ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സദ്യ റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഓണമൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഒന്ന് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതിനെ പച്ചടി എന്നും ചില സ്ഥലങ്ങളിൽ ഇതിനെ കിച്ചടി എന്നും പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ പച്ചടി എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളരിക്ക പച്ചടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നൊരു ചെറിയ പീസ് വെള്ളരിക്ക ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇതുപോലെയുള്ള റെസിപ്പികളൊന്നും അങ്ങനെ ഒരുപാട് നമ്മൾ വിളമ്പാറില്ല. കുറച്ച് മാത്രമൊക്കെയാണ്, ഒരു സ്പൂൺ അളവിലൊക്കെയാണ് നമ്മളിതൊക്കെ വിളമ്പിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കഷ്ണങ്ങൾ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളരിക്കയോ ഇനിയിപ്പോൾ കുമ്പളങ്ങയോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളയുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഈ രീതി മാറ്റിയിട്ട് ഇതേപോലെ അതിൻ്റെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് ഒന്ന് കളഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കഷ്ണങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ്. എന്നാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. എന്നിരുന്നാലും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് അറിയണമെന്നില്ല. ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും പുതുതായിട്ട് സദ്യ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. എന്നാൽ ഒരുപാട് അങ്ങോട്ട് കുത്തിയരിഞ്ഞ പോലെയല്ല, എന്നാൽ ചെറിയ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോഴും നല്ല രസമായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് എല്ലാം തന്നെ ഈ ഒരു രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മധുരം ചേർത്തിട്ട് തയ്യാറാക്കുന്നതിനെ പച്ചടി എന്ന് പറയാറുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ മധുരം ചേർക്കാത്തതിനാണ് പച്ചടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ച് എടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കനത്തിലാണിത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു കഷ്ണങ്ങളൊന്നും മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ആവശ്യമില്ല, അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുമ്പോൾ എന്താണെന്നറിയാതെ നമ്മുടെ ഈ ഒരു പച്ചടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ആ ഒരു പാലിൻ്റെ അളവൊക്കെ അതിൽ കൂടുതലായിരിക്കും. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 2 പിടിയോളം തന്നെ ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഞാനിതിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവ് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ വേണം. 1 or 2 പച്ചമുളക് മാത്രം മതിയായിരിക്കും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല തൈരാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പുളി, ഓവറായിട്ടുള്ള പുളി വേണ്ട, എന്നാൽ അത്യാവശ്യം പുളിയുള്ള രീതിയിലുള്ള തൈരാണ് നമുക്ക് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള തൈരൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇനി ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട, ആദ്യം തന്നെ കുറച്ചൊന്ന് അത്യാവശ്യം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അരയ്ക്കരുത്. ജസ്റ്റ് ആ കടുകുകൾ ഇങ്ങനെ തരിതരിയായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കണം. ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. നന്നായിട്ട് അരഞ്ഞു പോകരുത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് അതുപോലെ തന്നെ അതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെക്കുക. ഏറ്റവും ലോ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നമ്മൾ ഈ ഒരു സമയത്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തൈര് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നമ്മുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചിട്ട് എടുത്താലും മതി. ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഉടച്ചിട്ട് എടുത്താലും മതിയായിരിക്കും. ഇനിയിപ്പോൾ ഇത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം വെന്ത് എന്നാൽ തിളച്ച് പോകാനായിട്ട് പാടില്ല. അത്യാവശ്യം ആ ഒരു പച്ചച്ചുവയൊക്കെ കുറച്ചൊന്ന് മാറുന്നത് വരെ മാത്രം നമ്മൾ
കുക്ക് ചെയ്യാനേ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും തൈരൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇത് കുക്ക് ചെയ്യരുത്, ഫ്ലെയിം ഓഫാക്കി വെക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം വളരെ ലോയിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നത് വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റവിൽ നിന്ന് മാറ്റുക. അതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1-2 വറ്റൽമുളക് കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2 കറിവേപ്പില കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പച്ചടിയിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം. ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് നമ്മുടെ പച്ചടിയിലേക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് തിക്കായി നല്ല ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് നമുക്ക് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു കടുകിൻ്റെയും അതുപോലെ നമ്മൾ ഈ വറവിട്ടതിൻ്റെയൊക്കെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പച്ചടിക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ പലരും തയ്യാറാക്കുന്നത് പല രീതികളിലും ഒക്കെ തന്നെയാണ് കേട്ടോ. ചിലർ ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് ഈ രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ ജീരകമൊക്കെ ചേർത്ത് കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾ പച്ചടിയിൽ ജീരകമൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഓണത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇത്. ഇതൊക്കെ സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് തലേദിവസമൊക്കെ നമുക്കിത് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ അന്ന് നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.